Hello friends, we are going to the third video of the Serang of Ranaganji. I hope that you are reading the text and I hope that you are following what we are discussing in the class. And if you have any confusions regarding any of the explanations that we are doing here, please call me up and please find explanations. Okay? എന്തെങ്കിലും മനസ്സിലാവാത്തത് ഉണ്ടെങ്കിൽ നിർബന്ധമായും ക്ലാരിഫൈ ചെയ്യുക, വിളിച്ച് ക്ലാരിഫൈ ചെയ്യുക. ഓക്കെ, നിങ്ങൾ പാഠപുസ്തകം വായിക്കുന്നുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. വി ഗോ ടു പേജ് നമ്പർ 114 ആൻഡ് the last paragraph. So what we have seen yesterday in the last class is that Hassan is rising up to the situation, rising up to the seriousness of the situation, and he is helping the doctor. Okay, ഈ കപ്പലിലെ സെറാങ്ക് ആ ഒരു സന്ദർഭത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി ഡോക്ടറെ സഹായിക്കാനായി മുന്നോട്ട് വരുന്നതാണ് നാം കണ്ടത്. ആ രോഗബാധിതരായ 2 കപ്പലിലെ തൊഴിലാളികളെയും കപ്പലിൻ്റെ ഡെക്കിൻ്റെ പിറകുവശത്ത് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഒരു ടെൻ്റ് ഉണ്ടാക്കി അതിനകത്തേക്ക് പാർപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, അവിടെയാണ് നമ്മൾ ഇന്നലെ അവസാനിപ്പിച്ചത്. Okay, we go to the next paragraph. Our next step was to muster the crew for a thorough medical inspection. To prepare the crew, the staff for a thorough medical inspection. അപ്പോൾ 2 പേർക്ക് രോഗം കണ്ടെത്തിയത് കൊണ്ട് ബാക്കിയുള്ള ക്രൂ തൊഴിലാളികളെയും ഒരു മെഡിക്കൽ ഇൻസ്പെക്ഷന് വിധേയമാക്കേണ്ടതുണ്ടായിരുന്നു. One of the stockers who complained of fever and headache showed the prodromal nodules with the beginnings of the typical rash. A stocker is a worker in the ship. മറ്റൊരു വർക്കറും കൂടെ ഇത്തരത്തിൽ നോഡ്യൂൾസ്, ഓക്കെ, റാഷസ് ആൻഡ് നോഡ്യൂൾസ്, ഓക്കെ, പരിപരുപ്പും ഡിസ്കളറേഷനും തൊലിപ്പുറത്ത് കാണുന്ന ലക്ഷണത്തോടു കൂടി റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ആൻഡ് ഹി വാസ് ഐസൊലേറ്റഡ് വിത്ത് അതർ കേസസ്. അയാളെയും ഞങ്ങൾ ഐസൊലേഷനിലേക്ക് മാറ്റി. And now, who is going to help me to attend these men? ഞാൻ സറാങ്കിനോട് ചോദിച്ചു, എന്നെ സഹായിക്കാൻ ആരാണുള്ളത്? ഹസൻ glanced at me in surprise. Why? Naturally it is I. ഞാൻ തന്നെയാണ്, ഞാനല്ലാതെ വേറെ ആരാണ്? You must be careful. This disease is most contagious. Contagious means spreading. It's a very dangerous disease. You must be very careful, Serang. I'm not afraid, Dr. Sahib. Okay, I'm not afraid, doctor. Together, Hassan and I sponged the patients with permanganate solution. You know what is potassium permanganate is. Okay, disinfectant. അണുനാശിനിയായിട്ടുള്ള ഒരു രാസവസ്തുവാണ്. So we sponged, we rubbed them with a sponge soaked in potassium permanganate solution. Administered to each man a strong antipyretic, okay, anti-fever, ടെമ്പറേച്ചർ കുറയ്ക്കുവാനുള്ള ഒരു മരുന്ന്, ആൻറ്റിപൈററ്റിക്. വി ഗേവ് ദം ആൻറ്റിപൈററ്റിക്. ഹങ് ഷീറ്റ്സ് സോക്ഡ് ഇൻ ഡിസ്ഇൻഫെക്റ്റൻറ്റ് around the shelter, and we have hung sheets, bed sheets, okay, soaked, made wet in disinfectant, antibacterial, around the shelter. ഈ ഷെൽട്ടറിന് ചുറ്റുപാടുമായി ഡിസ്ഇൻഫെക്റ്റൻ്റ് ലായനിയിൽ, അണുനാശിനി ലായനിയിൽ മുക്കിയ വിരിപ്പുകൾ ഞങ്ങൾ കെട്ടിത്തൂക്കി. And set up within this little secret area a cooking stove where liquids could be heated and simple meals prepared. അവിടെ തന്നെ ഒരു ചെറിയ അടുപ്പും സംഘടിപ്പിച്ചു, ഒരു സ്റ്റൗ സംഘടിപ്പിച്ചു. അതുകൊണ്ട് വി കുഡ് ഹീറ്റ് മെഡിസിൻസ് ദർ ആൻഡ് വി കുഡ് മേക്ക് സിമ്പിൾ മീൽസ്. ഈ പേഷ്യൻസിന് ആവശ്യമായ ഭക്ഷണവും മറ്റാരുടെയും ശ്രദ്ധയിൽപ്പെടാതെ കുക്ക് ചെയ്യാനുള്ള സൗകര്യവും ഞങ്ങൾ അവിടെ ഒരുക്കി. Next morning, however, brought fresh cause of concern. Concern means alarm, disturbance. അടുത്ത ദിവസവും വീണ്ടും പ്രശ്നങ്ങൾ വഷളായി. I found 3 new cases among the deck hands. 3 പുതിയ രോഗികൾ കൂടെ പ്രത്യക്ഷപ്പെട്ടു. The men already segregated, separated, isolated. ഇതിനു മുമ്പ് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി ഡെക്കിൽ കിടത്തിയിരുന്ന 3 പേഷ്യൻസ്. The men already segregated were much worse. അവരുടെ കണ്ടീഷൻ വേഴ്സായി തുടരുകയായിരുന്നു. And that same afternoon, 4 more of the crew sickened.
അന്ന് ഉച്ചയ്ക്ക് തന്നെ 4 പേർ കൂടെ രോഗബാധിതരായി, സിക്കൻഡ്. ആൻഡ് we now had 10 cases in our makeshift lazaretto means shed. ഓക്കെ, ടെൻറ്റ്, ഞങ്ങൾ തൽക്കാലമായി കെട്ടിയുണ്ടാക്കിയ മേക്ക് ഷിഫ്റ്റ് ടെൻറ്റിനകത്ത് ഇപ്പോൾ ഞങ്ങൾക്ക് 10 രോഗികളായി കഴിഞ്ഞു. ഇറ്റ് ഈസ് ടു മെനി. It was a situation to test the strongest nerves. That is a tough situation. And any strong man could be made disturbed under such conditions. But for the Serang, he was calm and unperturbed. Unperturbed means undisturbed. Gave me fresh heart. He gave me fresh confidence. ഹാർട്ടിന് അവിടെ അർത്ഥം കോൺഫിഡൻസ് എന്നാണ്. ഇറ്റ് ഇസ് എ ഫിഗറേറ്റീവ് എക്സ്പ്രഷൻ. ആലങ്കാരികമായിട്ടാണ് അവിടെ ഹാർട്ട് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. ഹി ഗേവ് മീ ഫ്രഷ് ഹാർട്ട് മീൻസ് ഹി ഗേവ് മീ ഫ്രഷ് കോൺഫിഡൻസ്, ബിലീഫ്, സെൽഫ് ബിലീഫ്. ഇൻ ടെൻഡിങ് ദ പേഷ്യൻസ് he was indefatigable. Okay, nobody could defeat him. Indefatigable, nobody could defeat him in his care for the patients. ഈ മനുഷ്യനെ കൊണ്ടാണ് കഥ തുടങ്ങുന്ന സമയത്ത് ജോബ് സ്മിത്ത് എന്ന പൊങ്ങച്ചക്കാരി സ്ത്രീ കുരങ്ങനെ പോലെയുണ്ട് എന്ന് പറഞ്ഞത് എന്ന് നമ്മളിപ്പോൾ ഓർക്കുകയാണ്. വായനക്കാർ എന്ന രീതിയിൽ നമ്മളിപ്പോൾ അത് ഓർത്തു പോവുകയാണ്. ബി കെയർഫുൾ ഓഫ് യുവർ സെൽഫ്. ഐ ഹാഡ് ടു ബാക്ക് ഹിം. And do not go so close. രോഗികളുടെ തൊട്ടടുത്ത് പോവരുത്, ബി കെയർഫുൾ എന്ന് ഞാൻ പലപ്പോഴും അയാളെ വാൺ ചെയ്യേണ്ടി വന്നു, മുന്നറിയിപ്പ് നൽകേണ്ടി വന്നു. നൗ ഹി ഷോഡ് ഹിസ് വൈറ്റ് ടീത്ത്. ഞാൻ പറഞ്ഞ സമയത്ത് he showed his white teeth. He was a black person. His face was of black color, and when he smiled, the white teeth shined. Okay, so he showed his strong teeth in a sudden fleeting smile. Are you careful of yourself, Dr. Sahib? താങ്കൾ സ്വന്തം കാര്യം ശ്രദ്ധിക്കുന്നുണ്ടോ ഡോക്ടർ? Indeed I am, and besides this is my work. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, മാത്രമല്ല ഇതെൻ്റെ ജോലിയല്ലേ. Do not worry, Dr. Sahib, I am strong and it is my work too. ഇത് താങ്കളുടെ ജോലിയാണെങ്കിൽ ഇത് എൻ്റെയും കൂടി ജോലിയാണ് ഡോക്ടർ. I was so weighed down by the responsibility that I had slight concern for myself. എനിക്ക് ഈ ജോലി ഭാരമുണ്ടായിരുന്നതുകൊണ്ട് I was not much concerned about my safety. പക്ഷേ അതെൻ്റെ ജോലിയുടെ പ്രകൃതമായിരുന്നു. Although we were moving full steam ahead, ഫാസ്റ്റസ്റ്റ്, കപ്പൽ ഏറ്റവും വേഗതയിൽ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിലും കൊളംബോ, ദാറ്റ് ഈസ് ശ്രീലങ്ക, the nearest port of call was still 8 days away. ഞങ്ങൾ എത്ര വേഗതയിൽ യാത്ര ചെയ്താൽ പോലും 8 ദിവസം കൂടെ യാത്ര ചെയ്താലേ അടുത്ത തുറമുഖമായ കൊളംബോയിലെത്തുകയുള്ളൂ. In the course of the next 48 hours, 4 more stokers went to join the others on the afterdeck. വീണ്ടും രോഗികളുടെ എണ്ണം കൂടുകയാണ്. 4 പേർ കൂടെ ആഫ്റ്റർ ഡെക്കിൽ എത്തിപ്പെട്ടു. A total of 14 patients now, and one of the earlier victims had lapsed into a coma. Lapsed means fallen. ആദ്യം വന്ന രോഗികളിൽ ഒരാൾ കോമയിൽ, അബോധാവസ്ഥയിൽ, അൺകോൺഷ്യസ് കണ്ടീഷനിൽ എത്തിയിരുന്നു. Seemed likely to die at any hour. ഏത് നിമിഷവും ഏതു നേരവും മരിക്കാവുന്നത്രയും ഗുരുതരമായ കോമയിലായിരുന്നു അയാൾ. Under this added load, I could not sleep because I was a doctor and I was helpless. And the weight of responsibility was so heavy on my shoulders that I could not sleep at night. എനിക്ക് ഉറക്കം പോലും നഷ്ടപ്പെട്ടു ഈ ഒരു അവസ്ഥയെ ആലോചിച്ചിട്ട്. And there, where I knew I should find him, watchful and mute under the stars, was the Serang. ഇവിടെ ഒരു കവിത പോലെ മനോഹരമായ ഒരു ചിത്രമാണ് വരയ്ക്കുന്നത്. രാത്രിയിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കപ്പലിൻ്റെ ഡെക്കിൽ മരിച്ചുകൊണ്ടിരിക്കുന്ന രോഗികൾക്കടുത്ത് നിശബ്ദനായി നിൽക്കുന്ന കറുത്തിരുണ്ട ആ സെറാങ്കിൻ്റെ രൂപം. ഓക്കെ, ആൻഡ് there where I knew I should find him, watchful and mute under the stars, was the Serang. How shall I describe the solace? Solace means peace, calmness, ശാന്തത. Solace which flowed towards me from him as he stood there in meditation with his long arms folded on his bare chest, motionless as a statue. He was praying.
kneeling down, and he had folded his hands across his chest. മുസ്ലിം പ്രാർത്ഥനകളുടെ രൂപത്തിലാണത്. അയാൾ ഒരു മുസ്ലിമാണ്, ഹസൻ. അയാൾ നിസ്കരിക്കുകയാണ്, അയാൾ പ്രാർത്ഥിക്കുകയാണ്. And his eyes, when he looked at me, his eyes were so peaceful. And I could not explain, I could not describe the peace that flowed towards me from the praying man. ഈ പ്രാർത്ഥിക്കുന്ന മനുഷ്യനിൽ നിന്നും എന്നിലേക്ക് ഒഴുകിയ കരുണ എനിക്ക് വിവരിക്കുവാൻ കഴിയുകയില്ല എന്ന് പറയുന്നു. ഓക്കെ, വെൻ എ സിക്ക് മാൻ ഗ്രോൺ ഫെയിൻലി, ഇതിനിടയിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ വേദന കൊണ്ട് ഞരങ്ങുകയാണെങ്കിൽ, ഗ്രോണിങ്, ഓക്കെ, ക്രൈങ് വിത്ത് പെയിൻ, ഗ്രോണിങ്, ഫെയിൻറ്റ്ലി, വളരെ സോഫ്റ്റായിട്ടാണെങ്കിൽ പോലും, വളരെ വീക്കായിട്ടാണെങ്കിൽ പോലും ഒന്ന് ഞെരങ്ങിയാൽ, ഹി വുഡ് സ്റ്റെപ്പ് ഫോർവേഡ് വിത്തൗട്ട് സൗണ്ട് ടു സക്കർ ഹിം, ടു ഹെൽപ്പ് ഹിം. ഹസൻ എഴുന്നേൽക്കും, ആ രോഗിയുടെ അടുത്തേക്ക് അയാളെ സഹായിക്കുവാനായി ചെല്ലും. ആൻഡ് ദെൻ റിട്ടേണിങ് ഹി വുഡ് ഫോൾഡ് ഹിസ് ആംസ് വൈൽ ദ ഷിപ്പ് സർജ്ഡ് സ്ലോലി ഫോർവേഡ്. ആ രോഗിയുടെ അവസ്ഥ അറ്റൻഡ് ചെയ്തതിന് ശേഷം ഹി വിൽ ഗോ ബാക്ക് ടു ഹിസ് പ്രേയേഴ്സ് ആൻഡ് ദ ഷിപ്പ് വാസ് മൂവിങ് സ്ലോലി ഫോർവേഡ്. അതിമനോഹരമായ ഒരു രംഗമാണത്, അതിമനോഹരമായ ഒരു ചിത്രമാണ്. മനുഷ്യത്വത്തിൻ്റെ ഒരു വലിയ ഒരു ചിത്രമാണ് അവിടെ നമുക്ക് കിട്ടുന്നത്. ഹസൻ ഹാഡ് നോ ഫോണ്ട്നെസ് ഫോർ സ്പീച്ച്. ഫോണ്ട്നെസ് മീൻസ് ലൈക്ക്, ഫേവർ, ഓക്കെ, ലവ് എന്നൊക്കെയാണ് അർത്ഥം. സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു ഹസൻ. But despite the silences of our long night vigils, I gathered some fragments of his history. ഈ സംസാരിക്കാത്ത, മിക്കപ്പോഴും മൂകനായ ഈ മനുഷ്യനിൽ നിന്നും ദീർഘദിവസങ്ങളിൽ, രാത്രികളിൽ ഞങ്ങൾ ഒന്നിച്ചായിരുന്നതുകൊണ്ട് അയാളുടെ ജീവിതത്തിൻ്റെ, അയാളുടെ ഹിസ്റ്ററി കുറച്ച് ഞാൻ മനസ്സിലാക്കിയെടുത്തു. ഹി വാസ് ഫ്രം ദ പഞ്ചാബ്. ഓക്കെ, പഞ്ചാബുകാരനായിരുന്നു. ബ്രിട്ടീഷ് പഞ്ചാബിനെയാണ് ഉദ്ദേശിക്കുന്നത്. ദ പഞ്ചാബ് എന്ന ആർട്ടിക്കിൾ ഉപയോഗിച്ച് ശ്രദ്ധിക്കുക. ദ പഞ്ചാബ്. വെൻസ് ഹിസ് പാരൻസ് ഹാഡ് വാണ്ടേഡ് ടു സദേൺ ഇന്ത്യ. അവിടെ നിന്നാണ് അയാളുടെ പാരൻസ്, ഈ സെറാങ്കിൻ്റെ പാരൻസ് തെക്കേ ഇന്ത്യയിലേക്ക് സ്ഥലം മാറി വന്നത്, മൈഗ്രേറ്റ് ചെയ്തത്. ദർ, ലൈക്ക് സോ മെനി ഇൻ ദ കോസ്റ്റൽ ഏരിയ, തീരപ്രദേശം, ഹി ഹാഡ് ടേക്കൺ ടു എ സീഫെയറിംഗ് ലൈഫ്, നേവി ലൈഫ്, ഓക്കെ, കപ്പലിലുള്ള ജീവിതം. For nearly 40 years, he had given himself to the oceans of the world. 40 വർഷമായി അയാൾ കടലിൽ തന്നെയാണ്. And 15 of these years he had been spent in the Ranaganji. അതിൽ 15 വർഷവും അയാൾ ഈ കപ്പലിൽ തന്നെ ആയിരുന്നു. Indeed, he had no place on shore, neither family nor friends in the great landmass of India. He was almost like an orphan because he had no family ഓൺ ദ ലാൻഡ് ഓഫ് ഇന്ത്യ. കരയിൽ അയാൾക്ക് ബന്ധുക്കൾ ആരുമില്ല. 40 വർഷമായി അയാൾ കടലിലെ ഒരു ജീവിതമാണ് ജീവിക്കുന്നത്. ഹി ഹാഡ് നെവർ മാരീഡ്. ഒരിക്കലും അയാൾ വിവാഹിതനായിരുന്നില്ല. ബൈ റിലീജിയൻ ഹി വാസ് എ മുസ്ലിം. ആൻഡ് ഓൾ ഹിസ് ലൈഫ് ഹി ഹാഡ് അക്വയർഡ് നത്തിങ്, നെയ്തർ പ്രോപ്പർട്ടി നോർ മണി. ഒരു ജീവിതകാലം കൊണ്ട് അയാൾ ഒന്നും തന്നെ സമ്പാദിച്ചിരുന്നില്ല. നെയ്തർ പ്രോപ്പർട്ടി, സ്വത്തോ പണമോ, നോർ മണി. His few possessions contained in his ship's chest. Chest means box, treasury. Might be worth a few rupees. അയാളുടെ കൈവശമാകെ ഉണ്ടായിരുന്നത് ഏതാനും ഉറുപ്പികകൾ മാത്രമാണ്. The thought hurt me. ഇത് എന്നെ ഡിസ്റ്റർബ് ചെയ്തു. It hurt me. And in an excess of mistaken sympathy, look at the expression mistaken sympathy. I should not have been sympathetic to a great person like the Serang, the Hassan. അത്തരത്തിലൊരാളോട് ദയ കാണിക്കുന്നതിൽ അർത്ഥമില്ല. ബിക്കോസ് he had his own philosophy of life. He despised money because he felt that there was no use for money. പക്ഷെ ഞാൻ കരുതിയത്, ഇത്രയും സിൻസിയറായ, ഇത്രയും കമ്മിറ്റഡായ ഒരു മനുഷ്യന് ഇത്രയും തുച്ഛമായ വരുമാനത്തിൽ എങ്ങനെയാണ് ജോലി ചെയ്യാൻ പറ്റുക? Weren't the company cheating him? ഈ ഒരു തോന്നൽ എൻ്റെ മനസ്സിൽ വന്നപ്പോൾ I asked Hassan. I exclaimed, Hassan, you are doing so much in this emergency. ഈ അടിയന്തര ഘട്ടത്തിൽ നീ ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഓക്കെ, the company must give you extra pay. ഇത്തരത്തിൽ ജോലി ചെയ്യുന്നതിന് the company should be giving you, the shipping company should be giving you extra salary. Isn't it so, Hassan? എന്ന് ഞാൻ അയാളോട് ചോദിച്ചു. മറുപടി വളരെ വിചിത്രമാണ്.
ഹിസ് ഫോർഹെഡ് ക്രീസ്ഡ് പെർപ്ലെക്സ്ഡ്ലി. ഫോർഹെഡ് എന്ന് വെച്ചാൽ നെറ്റിയാണ്, നെറ്റിത്തടം. ഇറ്റ് ക്രീസ്ഡ്, ഇറ്റ് റിങ്കിൾഡ്, എന്തോ ആലോചിക്കുമ്പോൾ അയാളുടെ നെറ്റി ചുളിയുന്നു. ക്രീസ്ഡ് ചുളിഞ്ഞു, റിങ്കിൾഡ്, പെർപ്ലെക്സ്ഡ്ലി കൺഫ്യൂസ്ഡ്ലി, ഒരു കൺഫ്യൂഷൻ കൊണ്ടെന്ന പോലെ അയാൾ നെറ്റി ചുളിച്ചു. കുറച്ചു നേരം കഴിഞ്ഞതിന് ശേഷം ഹി വാസ് സൈലൻറ്റ് ഫോർ എ ലോങ് മൊമെൻറ്റ്. കുറച്ചു നേരം അയാൾ നിശബ്ദനായിരുന്നു. പിന്നീട് പറഞ്ഞു, ദെൻ ഹി ആൻസേർഡ്, വാട്ട് യൂസ് ഈസ് മണി ഡോക്ടർ സാഹിബ്. പണം കൊണ്ട് എന്താണ് ഉപകാരം ഡോക്ടർ? To one who has all he needs. If a person has everything that he actually needs, that he really needs, what is the use of money, doctor? I am well enough the way I am. Okay, I am happy that I am having this much. And I am happy, presently happy, and I am completely satisfied in my present condition. ഇതും പറഞ്ഞ് ഹസൻ നിശബ്ദനായിരുന്നു. This was a shocking revelation to the doctor, because he is a representative of the Western culture and Western civilization, where money is everything. പണം മാത്രമാണ് എല്ലാം, എല്ലാറ്റിൻ്റെയും മൂല്യം പണത്തിൽ മാത്രം അളന്നെടുക്കാം എന്ന് കരുതുന്ന ഒരു കൺസ്യൂമറിസ്റ്റ്, ഒരു പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ ഒരു പ്രതിനിധിയാണ് യഥാർത്ഥത്തിൽ ഈ ഡോക്ടർ. അയാൾക്ക് ഹസനെ മനസ്സിലാകുന്നുണ്ടെങ്കിലും അയാൾ പണത്തെക്കുറിച്ച് വളരെ കൺസേൺഡ് ആയിട്ടുള്ള ഒരാളാണ്. അത് അയാളുടെ സംസ്കാരത്തിൻ്റെ വിശേഷമാണ്. നമ്മുടെ നാട്ടിലും ഈ പണമാണ് ഏറ്റവും വലുത് എന്ന് കരുതുന്ന ആളുകളെ കാണാം. അതല്ലാതെ പണത്തിൻ്റെ നിസ്സാരത എത്രയാണ് എന്ന് നാം മനസ്സിലാക്കുന്ന ദിവസങ്ങളും ജീവിതത്തിലുണ്ട്. ഇപ്പോൾ ഈ ഒരു പാൻഡമിക് പോലെയുള്ള ഒരു അവസ്ഥയിൽ ലോകം മുഴുവൻ അത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പണത്തിനേക്കാൾ വലുത് നന്മയും സ്നേഹവും ദയയും ഒക്കെയാണ് എന്നുള്ളത് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ ഒരു അവസ്ഥയാണ്, ജീവിതത്തിലെ ഈ ഒരു തിരിച്ചറിവിലേക്കാണ് ഈ നിരക്ഷരനായ വിരൂപനായ ഈ ഹസൻ എന്ന ഈ കഥാപാത്രം നമ്മുടെ ഡോക്ടറെ നയിക്കുന്നത്. സോ ദ ഡോക്ടർ വാസ് സർപ്രൈസ്ഡ്, ഹി വാസ് സ്പെൽബൗണ്ട് ആൻഡ് ഹി കുഡ് നോട്ട് സ്പീക്ക്. ഹസൻ വാസ് സേയിങ് ദാറ്റ് ഹി ഹാഡ് എവറിത്തിങ് ദാറ്റ് ഹി വാണ്ടഡ് ആൻഡ് ഹി ഹാഡ് നോ നീഡ് ഫോർ മണി. തനിക്ക് പണം ആവശ്യമില്ല എന്നാണ് ഹസൻ പറയുന്നത്. ഓക്കെ, we shall stop there for the. We'll continue in the next class.